ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പം നിങ്ങൾ എന്നെ നോക്കിയിരുന്നാൽ ഞാൻ വചനഭാഗങ്ങളിലൂടെ നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോകാം. യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ സ്വർഗം അവൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാദപീഠവുമാണ്. സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനമാ, ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമാ. അത് മനുഷ്യർക്ക് ദൈവം വാസയോഗ്യമായി തന്നിരിക്കുന്നു. എന്നാൽ 1 യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 7-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പം നാം പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് നമ്മെ ചൊവ്വയുള്ള വഴിയെ ദൈവം നടത്തും. സ്തോത്രം. നാം എവിടെ പാർക്കണമെന്ന് തീരുമാനിക്കുന്നത് നാമല്ല, ദൈവമാണ്. എത്ര പേരതിന് ആമീൻ പറയും? നിങ്ങളുടെ ദൈവത്തിന് സ്തോത്രം. ഞാൻ കോട്ടയത്ത് വന്ന് താമസിക്കുമ്പോൾ എന്നോടൊരാൾ വന്ന് ചോദിച്ചു, വഴി വെച്ച് കണ്ട് പരിചയപ്പെട്ടപ്പോൾ ചോദിച്ചു, ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. സ്തോത്രം. ആമീൻ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ വന്ന് പാർക്കുന്നതാ. ഓ, അപ്പോൾ വരവായല്ലേ ഇങ്ങോട്ടൊന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ എവിടാ? ഞാനിവിടെ പാർക്കുക. അപ്പൻ എവിടെ ആയിരുന്നു? അപ്പന് പുനലൂക്കപ്പുറമായിരുന്നു. അപ്പം അച്ഛനും വരവാ. നിങ്ങൾ ശ്രദ്ധിക്കണം. പുള്ളി അപ്പൻ്റെ കാലത്ത് വന്നേ ഉള്ളൂ, ഞാൻ എൻ്റെ കാലത്ത് വന്നു. ഞാൻ വലിയൊരു കാര്യത്തിലോട്ട് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരിക. ജീവിതത്തിൽ ഒരിക്കൽ പോലും കോട്ടയത്ത് താമസിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ ദൈവം തീരുമാനിച്ചായിരുന്നു. ഞാൻ വലിയ കാര്യത്തിലോട്ടാണ്, എൻ്റെ വാർപ്പൊന്നുമല്ല ഇവിടെ വിഷയം, നിങ്ങളുടെ കാര്യത്തിലോട്ട് ദൂത് കൊണ്ടിരിക. നിങ്ങൾക്ക് മനസ്സിലാകാതെ ഇതെല്ലാം പറയുന്നു. ചിലയിടത്ത് വീട് വെച്ചാലും അവിടെ പാർക്കണമെന്നില്ല. സ്തോത്രം. പക്ഷെ നീ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് നിന്നെ ചൊവ്വയുള്ള വഴിയെ ദൈവം നടത്തും. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ദൂത് തരിക. പാർപ്പിടം സംബന്ധിച്ച് ചിലർക്കൊക്കെ ഈ ദിവസങ്ങളിൽ വലിയ ദൈവ നടത്തിപ്പ് ദൈവം തരാൻ പോവുക. സ്തോത്രം. സ്തോത്രം. ഇന്ന് ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ചില പാർപ്പിടങ്ങൾക്കകത്ത് ഇന്ന് വിടുതലുകൾ നടക്കും. നീ പാർക്കുന്ന സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഇന്ന് ദൈവം കൈകാര്യം ചെയ്യാൻ പോവുക. നീ പാർക്കുന്ന സ്ഥലത്തുനിന്ന് നിന്നോട് പോരാടുന്ന ചില ദുഷ്ടശക്തികൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ പരാജയപ്പെടാൻ പോവുക. ഈ നമ്മുടെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമി ദൈവത്തിൻ്റെ പാദപീഠം. അത് മനുഷ്യർക്ക് വാസയോഗ്യമായി ദൈവം തന്നിരിക്കുക. ചിലർ പറയും ഞാൻ റെൻറ്റഡ് ഹൗസിലാണ്, ചിലർ പറയും എൻ്റെ പേരിൽ 17 സെൻറ്റ് ഭൂമിയുണ്ട്, ചിലർ പറയും 12 ഉണ്ട്, എൻ്റെ പേരിൽ ദൈവത്തിന് സ്തോത്രം ചാലുകുന്നേലോട്ട് പോകുന്നിടത്ത് സ്തോത്രം 43 സെൻറ്റ് ഉണ്ട്, എൻ്റെ പേര് ചിലർ പറയും 6-ാം മൈലിലോട്ട് പോകുന്നിടത്ത് 40 സെൻറ്റ് ഉണ്ട്, ചിലർ പറയും പുതുപ്പള്ളിയിൽ 1 ഏക്കർ കിടപ്പുണ്ട്. നോക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെയുള്ള എല്ലാവർക്കും സ്ഥലവും വീടും ഒക്കെ ഉള്ളവരാ. ഇല്ലാത്തവർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കുമെന്ന് ബൈബിളിൽ വാക്യമുണ്ട്. ആ വാക്തത്വത്തെ കയറി പിടിച്ചാൽ നിനക്ക് സ്ഥലവും ദൈവം തരും, വീടും ദൈവം തരും.